ഹായ്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? നമ്മളൊക്കെ എത്ര വിഷമം സഹിച്ചാലും നമ്മളിങ്ങനെ ചിലവരുണ്ടാവും നല്ലോണം മുറുക്കെ പിടിച്ച് ആൾക്കാരെ മുന്നിൽ പിടിച്ച് നിന്നിട്ട് സഹി കെട്ടിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ? അങ്ങനെ ഭൂരിപക്ഷവും അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി പിടിച്ച് നിൽക്കണ്ട. കരയാൻ തോന്നുമ്പോൾ ഒന്ന് കരയണം. നല്ല വിഷമം തോന്നുമ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കുറേയൊക്കെ ആശ്വാസമാണ്. മനുഷ്യന്മാരായാൽ എല്ലാവർക്കും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. നമ്മളൊന്ന് പൊട്ടിക്കരയുന്നതിനെ കൊണ്ട് യാതൊരു തെറ്റുമില്ല. ചിലർ വിചാരിക്കും ഒന്ന് കണ്ണെന്നപ്പോൾ ഒന്ന് വെള്ളം പൊട്ടിയാൽ മറ്റുള്ളവർ കണ്ടാൽ അതൊരു കുറച്ചിലാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ഒന്ന് കരയണം തോന്നുമ്പോൾ ഒന്ന് കരയണം. ഒന്ന് കണ്ണെന്നൊന്ന് വെള്ളം ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. കുറേയൊക്കെ ഒന്ന് നെഞ്ചിൻ്റെ ഉള്ളിൽ വിങ്ങി പൊട്ടി നിൽക്കുന്ന വേദനകൾക്കൊക്കെ കുറച്ചൊക്കെ ഒരു ശമനം ഉണ്ടാവും, ഒരാശ്വാസം ഉണ്ടാവും. എന്താണ് പറയുക, ഇപ്പം കുറേ ഇങ്ങനെ മുറുക്കെ പിടിച്ച് നിൽക്കുമ്പോൾ എന്തായാലും അത് പൊട്ടിത്തെറിക്കും. അത്രേ ഉള്ളൂ. അതിപ്പം വലിയ അഗ്നിപർവ്വതമായാലും ഒക്കെ അതിൻ്റെ തന്നെയാണ്. ഇപ്പം ഉരുൾപൊട്ടലൊക്കെ കണ്ടില്ലേ? കുറേ വെള്ളം ഇങ്ങനെ പുതർന്ന് അങ്ങോട്ട് മണ്ണ് അങ്ങോട്ട് പൊട്ടി ഒലിക്കുക തന്നെയാണ്. അതേപോലെ തന്നെയാണ്. ശരിയല്ലേ? കരയേണ്ട സന്ദർഭം വരുമ്പം ഒന്ന് കരയുക. അതിനൊന്നൊരു എന്താ പറയുക, ഒരു കുറവും വിചാരിക്കേണ്ട. നമ്മളൊന്ന് കരയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടാവും. എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്, എല്ലാവർക്കും വരുന്ന അനുഭവങ്ങളാണിത്. എല്ലാവർക്കും ഉണ്ടാവും വിഷമങ്ങളൊക്കെ. ഒന്ന് കരഞ്ഞാൽ കുറച്ചൊക്കെ ആശ്വാസമുണ്ട്. എനിക്കുമുണ്ട്. ഞാനും കുറേ സങ്കടങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. എനിക്കുമുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സങ്കടപ്പെട്ട് വിങ്ങി പൊട്ടി നിൽക്കൊന്നും വേണ്ട. ഒന്ന് കരയണം തോന്നുമ്പോൾ ഒന്ന് കരയുക. മനസ്സൊന്ന് ശാന്തവും. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ.